സംസ്ഥാനത്ത് കുറുവ മോഷണ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം നിലച്ചു. സംഘത്തിൽ ഉൾപ്പെട്ട സന്തോഷ് സെൽവത്തെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായത്. എറണാകുളം പറവൂരിലെ മോഷണ ശ്രമങ്ങൾക്ക് പിന്നിൽ ആര് എന്ന കാര്യവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, നേരത്തെ തന്നെ 14 പേരടങ്ങിയ സംഘം എന്നുള്ള നിഗമനത്തിലേക്കൊക്കെ പോലീസ് പോയിരുന്നെങ്കിലും അതിൽ ഈ സന്തോഷ് സെൽവത്തെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 13 പേരെ സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല. ഈ മോഷണ ശ്രമങ്ങൾ അതിലൊക്കെ ഇപ്പോഴും എങ്ങും എത്താനാകാതെ പോലീസ് കുഴങ്ങുകയാണോ വിഷ്ണു? രജിത്ത്, മോഷണ ശ്രമങ്ങൾ അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, ഈ മോഷണ ശ്രമങ്ങൾ പലയിടങ്ങളിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളുടെ ഒരു ശല്യം വർദ്ധിച്ചു വരികയാണ്. തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് മേഖലയിൽ നിന്നുള്ള ആളുകളാണ് പ്രധാനമായും ഈ മോഷണങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പിടികൂടാൻ പറ്റുന്നില്ല. നേരത്തെ മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് കുറുവ സംഘാംഗമായ സന്തോഷ് സെൽവത്തെ പോലീസ് പിടികൂടിയത്. അന്ന് പറഞ്ഞതാണ് 14 അംഗ സംഘം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുറുവ മോഷ്ടാക്കൾ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ ബാക്കി 13 പേരുടെ അറസ്റ്റോ അവരെ പിടികൂടുന്ന നടപടിയിലേക്കോ ഒന്നും കടന്നിട്ടില്ല. ആലപ്പുഴയിൽ തന്നെ മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണം മാത്രമാണ് പോലീസിന് പിടികൂടാനായത്. പുന്നപ്രയിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ആ പേരുവിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തെങ്കിലും അവരിലേക്ക് എത്താനൊന്നും പോലീസിന് ആയിട്ടില്ല. ഇത് ആളുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ചില ആശങ്കകളൊക്കെ ആളുകൾക്കിടയിലേക്ക് പരത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പറവൂരിലടക്കം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ഇത് ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താനാകുന്നില്ല. കുറുവ സംഘമല്ലെന്ന് പോലീസ് തന്നെ അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അപ്പോഴും തമിഴ് സംഘങ്ങളാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഇത് ആര് എന്ന ചോദ്യത്തിന് അവിടെയും ഉത്തരം കിട്ടിയിട്ടില്ല. അന്വേഷണം ഏറെക്കുറെ നിലച്ച മട്ടാണെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഈ കള്ളന്മാർ മുതലാക്കി വീണ്ടും മോഷണത്തിന് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലടക്കം ഇതര സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരെ മോഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എറണാകുളം ടൗണിൽ അത്തരത്തിലുള്ള അറസ്റ്റുകളുണ്ടായി. മോഷണം വലിയൊരു പ്രതിസന്ധിയും തലവേദനയും ആവുകയാണ്. ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാത്രികാല പെട്രോളിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിലാണ് വീടുകളിൽ കയറി വസ്തുക്കളെല്ലാം അപഹരിച്ച് ഈ കള്ളന്മാർ പോവുകയും അവരെ പിടികൂടാൻ സാധിക്കാതെയും ചെയ്തു വരുന്നത്. രജിത്ത്, ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ 14 അംഗങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാളിലേക്ക് മാത്രമാണ് ഇതുവരെ അന്വേഷണം എത്തിയത്. മറ്റുള്ളവരെ പിടികൂടാനോ അത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ തടയാനോ പിന്നീട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിഷ്ണു സുരേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.